ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. എം ഡി എസ് ക്രിയേഷൻ. ഇറ്റ്സ് മീ സഫാൻ മുഹമ്മദ്. നമ്മളിന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് അതെന്തിനാ സോങ്ങിൻ്റെ പേര്? ലവ് ആക്ഷൻ ഡ്രാമയിലെ സോങ്ങാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സോങ്ങിൻ്റെ പേരെന്തിന്? ഓൺ ദ ഫ്ലോർ ബേബി. കുടുക്ക് പൊട്ടിയ കുപ്പായം. യെസ്, കുടുക്ക് പൊട്ടിയ കുപ്പായം എന്ന് പറയുന്ന ലവ് ആക്ഷൻ ഡ്രാമയിലെ സോങ് ആണ്. അപ്പം അതിലെ ഒരു 30-40 സെക്കൻഡിലുള്ള ഡാൻസിൻ്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നേരെ സ്റ്റെപ്പിലോട്ട് പോവാം. ഗൈസ്, ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് പോവാം. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഈ 1 and 2 കളിക്കുന്ന ടൈമിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൈറ്റ് ലെഗ് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് ഒരു ഫുട്ബോൾ തട്ടുന്ന രൂപത്തിൽ 1 2. ഓക്കെ, ആ ടൈമിൽ തന്നെ നമ്മുടെ ലെഫ്റ്റ് ലെഗ് നേരെ പിറകിലോട്ട്, അതായത് ഈ റൈറ്റ് ലെഗിൻ്റെ നേരെ പിറകിലോട്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ വരും 1 2. ഓക്കെ, 1 2. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ കൈയും കൂടെ ഒന്ന് സെൻറ്ററിൽ ലോക്ക് ചെയ്തിട്ട് റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് മൂവ് ചെയ്യിക്കുക. 1 2 1 2. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒപ്പരം കളിക്കുന്ന ടൈമിൽ 1 2. ഓക്കെ, ഇനി ഇവിടെ നിന്നാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ റൈറ്റ് ലെഗ് ഒന്ന് കുറച്ചും കൂടെ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കാം. 1. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡും കൂടെ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, ഇങ്ങനെ ആയിരിക്കും പൊസിഷൻ ഉണ്ടാവുക. ഓക്കെ ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ തേർഡ് സ്റ്റെപ്പ് കളിക്കേണ്ടത്. അതിന് നമ്മുടെ രണ്ട് ഹാൻഡ്, റൈറ്റ് ഹാൻഡ് നമ്മുടെ ഹെഡിൻ്റെ സമാന്തരമായിട്ട് വെക്കുക. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡ് അതിന് താഴെയായിട്ട് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, അത് 1 2. ഈ രണ്ട് ഹാൻഡും കൂടെ ചെറിയൊരു മൂവ്മെൻറ്റ് 1 2. ഓക്കെ, ആ ടൈമിൽ നമ്മൾ റൈറ്റ് സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്യുക, ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്യുക. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കളിക്കുന്ന ടൈമിൽ നമ്മുടെ രണ്ട് ലെഗും കുറച്ച് വൈഡായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ്, നാലാമത്തെ സ്റ്റെപ്പ് കളിക്കേണ്ടത്. ജസ്റ്റ് നമ്മൾ രണ്ട് ഹാൻഡും ഇതുപോലെ ഹെഡിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ബ്ലോക്ക് ചെയ്യുന്ന പോലെ ഇങ്ങനെ വെക്കുന്നു. ആ ടൈമിൽ നമ്മുടെ രണ്ട് ലെഗും കൂടെ ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 and 2 ഓപ്പൺ. ഓക്കെ, നേരത്തെ അതേ പൊസിഷനിലോട്ട് തന്നെ വരാം. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് നമുക്ക് ഒന്നുകൂടി നോക്കാം. 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇനി നമ്മൾ അഞ്ചാമത്തെ സ്റ്റെപ്പാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ റൈറ്റ് ലെഗ് നേരെ ലെഫ്റ്റ് സൈഡിലോട്ട് നേരെ 1. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ ചെസ്റ്റിന് സമാന്തരമായിട്ട് വെക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. 1. ഓക്കെ, വൺസ് മോർ. റെഡി, 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. അത് ആറാമത്തെ സ്റ്റെപ്പ് നമ്മുടെ ചെസ്റ്റ് ഒന്ന് ജസ്റ്റ് ബാക്കിലോട്ട് ഒന്ന് മൂവ് ചെയ്യിക്കുക. 1 and 2. ഓക്കെ, സിമ്പിളായിട്ടുള്ള സാധനമാണ്. ഏകദേശം നമ്മുടെ രണ്ട് ഹാൻഡും ജസ്റ്റ് ഒന്ന് ഹിപ്പിൻ്റെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് മൂവ് ചെയ്ത് കൊടുക്കുക. 1 2. ഓക്കെ, നമ്മൾ ഏഴാമത്തെ സ്റ്റെപ്പ് കളിക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം നമ്മളെ റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് നമ്മളൊന്ന് മൂവ് ചെയ്യാം. ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡ് ഉപയോഗിച്ചിട്ട് 1 2. ഓക്കെ, ചെറിയൊരു റൊട്ടാക്ഷൻ, രണ്ട് കൈയും കൂടെ ചെറിയ റൊട്ടാക്ഷൻ. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം. ഏകദേശം 1 2. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ്, എട്ടാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ കൂടെ തന്നെ 1 2 1 2. ഗൈസ്, ഇത്രയും ഭാഗം ഈ 8 സ്റ്റെപ്പ് ഒരു പാർട്ടാണ്. ഓക്കെ, ഇത് ഒപ്പരം കൂടി വരുന്നൊരു സംഗതിയാണ്. ഇതിന് ശേഷം അടുത്ത വരീൻ്റെ, അതായത് സോങ്ങിലെ അടുത്ത ലിറിക്സിൻ്റെ ഭാഗത്തുള്ള സ്റ്റെപ്പാണ് നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം കാണിച്ച 8 സ്റ്റെപ്പ് ഒരു പാർട്ടാണ്. ഓക്കെ, അപ്പം ഒരു പാർട്ട് കഴിഞ്ഞു. ഇനി സെക്കൻഡ് പാർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഏകദേശം സെക്കൻഡ് പാർട്ട് എന്ന് പറയുമ്പം കുടുക്ക് പൊട്ടിയ കുപ്പായം, ഈ ലിറിക്സിൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ഹാൻഡും റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവരാം. ആ ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് 1 2 ചെറിയ മൂവ്മെൻറ്റ്. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2. ഇവിടെ നിന്നാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് കളിക്കേണ്ടത്. അതായത് നമ്മുടെ റൈറ്റ് ഹാൻഡ് എടുത്തിട്ട് ഹെഡിൻ്റെ സൈഡിലായിട്ട് വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫേസ് ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. ആ ടൈമിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് 1 2 ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് ജസ്റ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, മൂവ് ചെയ്യുക. ആ ടൈമിൽ നമ്മുടെ റൈറ്റ് ലെഗും കൂടെ ഒന്ന് ജസ്റ്റ് ഉള്ളിലോട്ട് മൂവ് ചെയ്യിച്ചു കൊടുക്കുക. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. 1 2. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2.
അടുത്ത സ്റ്റെപ്പ് നമ്മൾ കളിക്കുന്നത് റൈറ്റ് സൈഡിലോട്ട് ജസ്റ്റ് മൂവിങ് ആണ്. ആ ടൈമിൽ നമ്മൾ രണ്ട് ഷോൾഡർ ഉണ്ടല്ലോ, ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ട് ജസ്റ്റ് മൂവ് ചെയ്യാം. ഓക്കെ, റെഡി? ഏകദേശം റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ഷോൾഡറിൽ ചെറിയൊരു വേരിയേഷൻ, എന്നിട്ട് ജസ്റ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇവിടെ നിന്നാണ് കളിക്കേണ്ടത്. ഏകദേശം നമ്മുടെ റൈറ്റ് ലെഗ് എടുത്തിട്ട് നേരെ ഈ റൈറ്റ് ലെഗിൻ്റെ പിറകിലോട്ട് വെക്കാം. ഓക്കെ, ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡും ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ ആയിരിക്കും വെക്കാം. ഓക്കെ, വൺസ് ഫോർ റെഡി? 1 2 3 സ്റ്റാർട്ട്. 1. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ഇവിടെ നിന്ന് നമ്മൾ കളിക്കുകയാണ്. 1 2 3 4. ഓക്കെ, ഇതെങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ ഇങ്ങനത്തെ പൊസിഷനാണ് ഉണ്ടാവുക. ആ ടൈമിൽ റൈറ്റ് ലെഗ് നേരെ ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുന്നു. ആ ടൈമിൽ റൈറ്റ് ഹാൻഡും ഫ്രണ്ടിലോട്ട് എടുത്ത് വെക്കുന്നു. വെച്ചാൽ നമ്മളെ ഹെഡിൻ്റെ സമാന്തരമായിട്ട് വെക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡും ഇതുപോലെ തന്നെ നമ്മളെ ഹെഡിന് സമാന്തരമായിട്ട് വെക്കുന്നു. ആ ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് മൂവ് ചെയ്യിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 and 2. ഓക്കെ, ഇവിടുന്ന് തന്നെ നമ്മൾ ജസ്റ്റ് ഹാൻഡ് 1 2. ഓക്കെ, ഒരു സർക്കിൾ പോലെ കർവ് ചെയ്യിക്കാം. ആ ടൈമിൽ നമ്മുടെ രണ്ട് ലെഗും ജസ്റ്റ് ക്ലോസ് ആൻഡ് ഓപ്പൺ. ഓക്കെ, അപ്പോൾ ഏകദേശം റെഡി? 1 ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 1 2 3 4. ഓക്കെ, ഇതെങ്ങനെ കളിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ചെസ്റ്റിൻ്റെ മുകളിൽ വെക്കാം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് നമ്മൾ വെച്ച റൈറ്റ് ഹാൻഡിൻ്റെ ഫ്രണ്ടിലായിട്ട് വെക്കാം. ഓക്കെ, ജസ്റ്റ് 1 2. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ജസ്റ്റ് 1 2. ഓക്കെ, ആ ടൈമിൽ ലെഗും കൂടെ ജസ്റ്റ് മൂവ് ചെയ്യിച്ചു കൊടുക്കുക. ആ ടൈമിൽ നമ്മൾ ബോഡിയും കൂടി ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 and 2. നെക്സ്റ്റ് 1 and 2. ഓക്കെ, ഈ സ്റ്റെപ്പ് എങ്ങനെ കളിക്കേണ്ടതെന്ന് വെച്ചാൽ ഏകദേശം നമ്മുടെ രണ്ട് ലെഗും വൈഡ് ആയിട്ടുണ്ടാവുക. ആ ടൈമിൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് ഇത് ക്ലോസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് മൂവ് ചെയ്യുക. 1. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ രണ്ട് ഹാൻഡും കൂടെ ക്ലോസ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇതേമാതിരി ഓപ്പോസിറ്റിലോട്ട് നമ്മുടെ റൈറ്റ് സൈഡിലോട്ട് പോവുക. 1. ഓക്കെ, ആ ടൈമിൽ നമ്മളെ മുട്ട് ഏകദേശം ഒന്ന് മടങ്ങി കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് ഓപ്പൺ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതേമാതിരി തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് 1. ഓക്കെ, അതേമാതിരി റൈറ്റ് സൈഡിലോട്ട് 2. ഓക്കെ, 1 2 3 സ്റ്റാർട്ട്. 1 2 3 4. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് 1 2 3 4. ജസ്റ്റ് ഒന്ന് ഫ്രീ സ്റ്റൈലാണത്, അങ്ങനെ ഇഷ്ടമുള്ള പോലെ എന്തും കളിക്കാം. 1 2 3 4. 1 2 3 4. 1 2 3 4. നെക്സ്റ്റ് 1 2 3 4. നെക്സ്റ്റ് സ്റ്റെപ്പ് റെഡി? 1 2 3 സ്റ്റെപ്പ്. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. 1 2 3 4. അപ്പോൾ ഗൈസ് നീച്ച് നിൽക്കും ജാതി. അപ്പോൾ ഗൈസ് ഇത്രയും സ്റ്റെപ്പ് കളിക്കാൻ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്താൽ മാത്രം മതി. ഉടുക്ക് പൊട്ടിയ കുപ്പായ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ ഒരു 30 സെക്കൻഡാണ്, അതിനുള്ള സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പം ഇത് സോങ്ങിൻ്റെ കൂടെ കളിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ ഈ വീഡിയോയിൽ ഇടില്ല, മറിച്ചിട്ട് നമ്മളിതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്കിൽ പോയാൽ ഇൻസ്റ്റാഗ്രാമിൽ ആപ്പ് ഉപയോഗിക്കുന്നവർക്ക് ആപ്പ് ഉപയോഗിക്കാത്തവർക്കും ഡയറക്റ്റ് ആ വീഡിയോ കാണാൻ പറ്റും. കാരണം നമുക്ക് ആ സോങ് ഡയറക്റ്റ് ഇതിലിടാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ സംഗതി ഉണ്ട്. അതുകൊണ്ട് നമുക്കത് യൂട്യൂബിൽ വീഡിയോ ആ സോങ്ങിന് വീഡിയോ കളിക്കുന്ന രൂപത്തിൽ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഗൈസ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണും വരെ ബൈ.